ദൈവമക്കൾക്ക് ഇവർക്ക് യേശുക്രിസ്തുവിലുള്ള സ്നേഹവും വന്ദനവും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കേൾപ്പാൻ ഇടയായിരിക്കും. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു അടിസ്ഥാന ഉപദേശമാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കി നമ്മുടെ അടിസ്ഥാനം ഉറപ്പിച്ച് തന്നെ ആത്മീയജീവിതം നയിപ്പാൻ നമുക്ക് ഇടയായിത്തീരട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏതാണ്ട് അവസാനത്തെ നിമിഷങ്ങളാണ് കർത്താവ് ഈ പ്രസംഗം ചെയ്യുന്നത്. ഇത് തൻ്റെ ശിഷ്യന്മാരോടാണ് കർത്താവ് പങ്കുവെച്ചത്. ഇത് പൊതുജനത്തോടല്ല. കർത്താവ് തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പിലുള്ള ദിവസം, അത് താൻ മരിച്ചത് വെള്ളിയാഴ്ചയാണെന്ന് ലോകം മുഴുവനും ചിന്തിക്കുന്നു. വ്യക്തമായ തെളിവ് വെള്ളിയാഴ്ചയാണെന്നുള്ളതിനില്ല. യേശു കർത്താവ് ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ കർത്താവിനെ ക്രൂശിച്ചെന്ന് തർക്കിച്ച് പറയാൻ ആർക്കും പറ്റത്തില്ല. ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായാലും കർത്താവിൻ്റെ തന്നെ ഒറ്റക്കൊടുക്കുന്ന ആ സമയത്തിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഈ സംഭവിക്കുന്നത്. തന്നെ പെസഹ ആചരിക്കാനായിട്ട് കൂടി വന്നു. അതിൻ്റെ 12 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 13-ാം അധ്യായത്തിൽ കർത്താവ് താനൊരു തോർത്ത് അരയിൽ ചുറ്റിക്കൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ താൻ അവരുടെ പാദം കഴുകാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് കർത്താവ് അവരോട് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അവരുടെ ഹൃദയത്തിലൊരു കലക്കമുണ്ടാകത്തക്ക കാര്യങ്ങൾ. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകും. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. 13-ാം അധ്യായത്തിൽ കർത്താവ് അങ്ങനെ പറഞ്ഞു വരിക. എന്നിട്ട് പറയുന്നു, ഈ പന്തിയിലിരിക്കുന്നവരിൽ ഒരാള് എന്നെ ഒറ്റിക്കൊടുക്കും, മനുഷ്യപുത്രനെ കൊലപാതകന്മാർ കൊണ്ടുപോകും, അവനെ ക്രൂശിക്കും. പെട്ടെന്ന് ഇവർക്കെല്ലാം ഒരു ചിന്താകുഴപ്പമുണ്ടായി. ഇവൻ മരിക്കാൻ പോകുന്നു, അതും ഞങ്ങളുടെ കൂട്ടത്തിൽ 12 പേരിൽ ഒരാള് തന്നെ ഒറ്റിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരാണെന്ന് എല്ലാവരും ചോദിക്കുക. ഇവരുടെ മനസ്സിനകത്ത് അല്പമായിരിക്കുന്ന പ്രയാസമുണ്ടായി. ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമുക്കറിയാം, പത്രോസാണ്. പത്രോസ് പറഞ്ഞു, കർത്താവ് ആരെല്ലാം തള്ളി പറഞ്ഞാൽ, ആരെല്ലാം ഉപേക്ഷിച്ചാൽ നിന്നെ ഞാൻ. കർത്താവ് പത്രോസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കോഴി പോകുന്നുണ്ട് 3 വട്ടം എന്നെ തള്ളി പറഞ്ഞു. നിങ്ങൾക്ക് ആ വാക്യമൊക്കെ പിന്നീട് ഒന്ന് നോക്കിയെടുത്താൽ മനസ്സിലാകും. അങ്ങനെ നമ്മുടെ കർത്താവ് അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉറപ്പിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇതാണ്. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മളിതൊന്ന് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ അങ്ങനെ കർത്താവ് പറഞ്ഞു. അപ്പോൾ ഹൃദയം കലങ്ങിപ്പോയി. 14-ാം അധ്യായത്തിൽ ആ കലങ്ങിയ ഹൃദയത്തിനോട്, ആ തൻ്റെ മക്കളോട്, സഹോദരങ്ങളോട് കലങ്ങിയ ഹൃദയത്തോടിരിക്കുന്നവരടുത്ത് കർത്താവ് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോവുക. ദൈവത്തെ വിശ്വസിപ്പിൻ, എന്നിലെ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. കർത്താവ് അവിടെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയാം. യേശു ഇവരോട് പറഞ്ഞ വാക്ക് യേശുവിൻ്റെ ഉള്ളം കലങ്ങിക്കൊണ്ടാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവും ഗുരുവാകുന്ന ഞാൻ നിങ്ങളുടെ കാല് കഴുകും, ഇതുപോലെ നിങ്ങളും ചെയ്യണം. ഇതൊരു ആചാരമല്ല, ഇതൊരു ജീവിതമാണ്. എന്നേക്കാൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ശ്രേഷ്ഠനാണ് എന്ന് കാണാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനകമാണെന്നുള്ളതാണ് സത്യം. നമുക്ക് ഞാനാണ് ശ്രേഷ്ഠനെന്ന് തോന്നാനാണ് എളുപ്പം. എന്നെ എല്ലാവരും ബഹുമാനിക്കണമെന്നാണ് നമ്മളുടെ മനോഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ്
ഓരോ കാര്യങ്ങളെ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് കലങ്ങിയപ്പോൾ കർത്താവ് 7 വാഗ്ദത്തങ്ങൾ അവർക്ക് കൊടുത്തു. 7 വാഗ്ദത്തങ്ങളാണ് കർത്താവ് കൊടുക്കുന്നത്. ആ 7 വാഗ്ദത്തങ്ങൾ നമ്മൾ പഠിച്ചു നോക്കിയെന്നാൽ 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുന്നത്, ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ഭവനം സ്വർഗത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട. നമ്മളാണെങ്കിലും നമ്മളെ പ്രശ്നത്തിന് മുമ്പിൽ, കലങ്ങിയ മനസ്സിൻ്റെ മുമ്പിൽ അതിനുള്ള മറുപടിയല്ല കർത്താവ് കൊടുക്കുന്നു. ഒരു സ്വർഗമുണ്ട്, നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്, ഒരു പുനരുത്ഥാന ജീവിതമുണ്ട് എന്ന് പറഞ്ഞവരെ. തുടർന്ന് കർത്താവ് അതിന് അടുത്ത വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഒരു പിതാവുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പിതാവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുന്നു. അടുത്തത് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഒരു മിഷൻ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ഇത് കർത്താവ് വെളിപ്പെടുത്തുന്നു. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതിനും ഉത്തരം കിട്ടും. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പോയി കാര്യസ്ഥനെ, ആശ്വാസപ്രദനെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും എന്ന് പറയുന്നു. അവിടെ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ 27-ാമത്തെ വാക്യത്തിൽ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നതുപോലെ അല്ല. അവിടെ നിന്ന് 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും നമ്മുടെ വായിക്കുന്ന എങ്ങനെയാണ്, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതൊക്കെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ, എഴുന്നേൽപ്പിൻ, നാം പോകാം. ശത്രു ശക്തമായിട്ട് തൻ്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാടുന്ന ഒരു സമയം, താൻ ഗെത്സമനയിലേക്ക് പോകാൻ തീരുമാനിക്കുക. അവിടെ തന്നെ ശക്തിപ്പെടുത്തേണ്ടതിന് ഒരു ദൂതനെ ദൈവം അയച്ച് താൻ ദൈവം മുമ്പാകെ ഹൃദയം പൊട്ടി കരയുന്ന ഒരു പ്രാർത്ഥനയുടെ സമയത്ത്, വരുവിൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരെ നയിക്കുന്ന കർത്താവിൻ്റെ ശുശ്രൂഷ. ഇത് ഞാൻ എൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞതാണ്. ഇത് വായിച്ചിട്ട് വേണം നമ്മൾ 15-ാം അധ്യായത്തിലേക്ക് കടക്കാൻ എന്ന് ഞാൻ ഒന്ന് ഓർപ്പിച്ചത് മാത്രമാണ്. അപ്പോൾ 15-ാം അധ്യായത്തിനെ നമ്മൾ അതിനെ നമുക്കൊന്ന് മനസ്സിലാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി പോകാനായിട്ട് ഇടയായിത്തരുന്നത്. 15-ാം അധ്യായത്തിൽ നമ്മൾ അതിനെ 3ആയിട്ട് നമുക്ക് തിരിക്കാനായിട്ട് കഴിയും. 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് കർത്താവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണ്. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധമാണ്. 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാരും ലോകവും തമ്മിലുള്ള ബന്ധമാണ്. പിന്നീട് അതൊന്ന് നിങ്ങൾ വായിച്ച് ധ്യാനിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ 1 മുതൽ 11 വരെ കർത്താവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധവും, 12 മുതൽ 18 വരെ ശിഷ്യന്മാർ തമ്മിലുള്ള ബന്ധവും, 19 മുതൽ 27 വരെ ശിഷ്യന്മാരും ലോകവും തമ്മിലുള്ള ബന്ധവുമാണ് കർത്താവ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഇത് എന്നാണ് പറയുന്നത്? കർത്താവിൻ്റെ മരണത്തിൻ്റെ ഗെത്സമന തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ്, മരണത്തിൽ അവിടെ വെച്ചാണ് കർത്താവിനെ പിടിക്കുന്നത്. അവിടെ വെച്ചാണ് ദുഷ്ടന്മാർ, നീചന്മാർ അവനെ കൈയേക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള തൻ്റെ 2 പ്രസംഗങ്ങളാണ്. പിന്നെ ഒരു പ്രാർത്ഥനയാണ് 16-ാം അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ പ്രസംഗം. അതിൻ്റെ 17-ാം അധ്യായത്തിൽ തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. തുടർന്ന് തന്നെ കുരിശും കൊണ്ട് പോകുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഭാഗത്തെ ഒന്ന് ചിന്തിപ്പാനിടയായി. നമ്മൾ പഠിക്കുന്നത് എബ്രാലേഖനമാണ് ഞാൻ ആഗ്രഹിച്ചത് എന്ന് പഠിക്കാൻ. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് ഇങ്ങനൊരു പ്രേരണ തന്നുകൊണ്ട് ഞാനത് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയെ ആയിരിക്കാനിടയായി തരട്ടെ. അപ്പോൾ ഈ കർത്താവ് ഇവിടെ ഇന്ന് പറയുന്ന 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരൊന്ന് കാണാതെ പറയാമോ? ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കർത്താവ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 7 പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നാലും ഞാനൊന്ന് ഓർപ്പിച്ചു പോവുക. പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക്
ഉൾപ്പടർപ്പിന്റെ ഭാഗത്ത് ഹോരേബ് പർവ്വതത്തിൽ വെച്ച് ദൈവം വെളിപ്പെട്ടപ്പോൾ മോശ ചോദിച്ചു, ഞാൻ ഇസ്രായേൽ മക്കളുടെ എന്ത് പറയും? നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ ദൈവം ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് പറയും? ദൈവത്തിന്റെ പേര് വെളിപ്പെടുത്തി. എന്താ ദൈവത്തിന്റെ പേര്? ഞാൻ ആകുന്നവൻ, ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ആകുന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിൽ ശരീരമെടുത്തു വന്നപ്പോൾ പല തവണ ഇത് ആവർത്തിക്കുന്നുണ്ട്. ഞാനാകുന്നു. ഒരു സംശയവുമില്ലാതെ അന്നത്തെ ജനസമൂഹത്തിൽ വെളിപ്പെടുത്തി. സ്വർഗത്തിൽ സകലവും സൃഷ്ടിച്ച അതേ ദൈവമാണ് ഞാൻ. പിതാവ് പ്രവർത്തിക്കുന്നതെല്ലാം പുത്രൻ ചെയ്യുന്നു, പുത്രൻ പ്രവർത്തിക്കുന്നതെല്ലാം പിതാവ് ചെയ്യുന്നു, പിതാവിന്റെ ഇഷ്ടം മാത്രമേ പുത്രൻ ചെയ്യുന്നുള്ളൂ പറഞ്ഞുകൊണ്ട് യേശു തന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷത്തെ നമുക്ക് പഠിപ്പാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഈ ഭാഗങ്ങൾ 14-ാം അധ്യായം ഭാഗങ്ങളിലെ ഒരു 7 പ്രസ്താവനകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, എങ്കിലും ഞാൻ വെറുതെ അത് പറഞ്ഞു പോകുക, അത് നമ്മുടെ പഠന വിഷയമല്ല. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ആ സംഭവമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുക. ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാണ്. ഞാനാണ് ജീവന്റെ അപ്പം. പറഞ്ഞ സാഹചര്യമൊക്കെ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് 5 അപ്പം കൊണ്ട് ഏകദേശം 25,000 മുകളിൽ വരുന്ന പുരുഷാരത്തെ കർത്താവ് പോറ്റി പുലർത്തി, തിന്ന് തൃപ്തരാക്കി മിച്ചം വരുത്തി. അവർ പിറ്റേ ദിവസം അത്ഭുതം കാണുന്നത് കൊണ്ട് അത്ഭുതം കാണാൻ ചെല്ലുന്ന കർത്താവ് അന്ന് ഒരു അത്ഭുതം ചെയ്തില്ല. നമുക്ക് ഒരു അത്ഭുതം മതിയല്ലോ, മനുഷ്യൻ നമുക്കല്ല. പെനിയ സഭയ്ക്ക് അത്ഭുതം വേണ്ട, അത്ഭുതമാണ് യേശുവിനെ മതി, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അപ്പം തിന്നാനല്ല വന്നത്, നമ്മൾ യേശുവിനെ ഭക്ഷിക്കാനാണ് വന്നത്. ഇവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്നും അപ്പം കിട്ടും, ഇന്നും അടയാളങ്ങൾ കാണുമെന്ന് പ്രതീക്ഷയോടെ വന്നപ്പോൾ കർത്താവ് അന്ന് ഒരു അത്ഭുതം ചെയ്തില്ല. അന്ന് പറഞ്ഞതാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ ആ ചെയ്തത് എന്തിനാണെന്നറിയാമോ? എന്നെ തന്നെ വെളിപ്പെടുത്താനാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്വർഗത്തിൽ നിറങ്ങി വന്ന സാക്ഷാൽ ഭക്ഷണം ഞാനാണ്. അത് കണ്ടവരല്ലേ നമ്മൾ? ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു. എനിക്ക് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടുപോട്ടെ. അടുത്തത് അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഞെട്ടിപ്പോയി. അന്ധകാരം നിറഞ്ഞ മാനവരാശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവൻ വെളിച്ചത്തിൽ നടക്കുന്നു. ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഞാൻ കർത്താവിന് അധികം ഞാനാകുന്നു. അപ്പോ അടുത്തത് 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ അല്ലാതെ കടക്കുന്നവനെല്ലാം കള്ളനും കവർച്ചക്കാരനുമാണ്. ഞാൻ ആ ഭാഗത്തൊന്നും നിൽക്കുന്നില്ല. 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുമ്പോൾ, ഞാൻ നല്ല ഇടയനാണ്. ഇതൊക്കെ തന്നെ ഓരോ വാക്യങ്ങൾ തന്നെ നമ്മൾ ഓരോ പ്രസംഗ വിഷയമാണ്. ഞാൻ നല്ല ഇടയനാണ്. 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ മാർത്തയോടും മറിയോടും കർത്താവ് പറഞ്ഞു, ഞാൻ ജീവനും പുനരുത്ഥാനവുമാകുന്നു. ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും. 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ അറിയാത്തത് പറയാമോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇതറിഞ്ഞൂടാത്ത ബന്ധക്കോസുകാരുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം. അടുത്തത് 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഇപ്പം നമ്മൾ വായിച്ചത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഞാനാണ് യഥാർത്ഥ മുന്തിരിവള്ളി. അതിന്റെ അർത്ഥം എന്താ? വേറെ പല മുന്തിരിവള്ളി ഉണ്ടെന്നല്ലേ? ഞാനാണ് യഥാർത്ഥ വൈൻ, ഞാനാണ് യഥാർത്ഥ മുന്തിരി. അപ്പോൾ ആ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ കർത്താവിൻ്റെ അനുഭവങ്ങൾ കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഞാൻ സാക്ഷാൽ ദൈവമാണെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണെന്ന് കർത്താവ് തന്നെ അവിടെ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ നാമം മാറ്റമുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, നമ്മളിന്ന് എല്ലാ ഭാഗവും പഠിക്കുന്നില്ല. എൻ്റെ ഒരു ചെറിയ ഭാഗം, കർത്താവായ യേശു ക്രിസ്തുവും
ശിഷ്യന്മാരും തമ്മിലുള്ള ഒരു ബന്ധമാണ് 1-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് നിൽപ്പാനായിട്ട് പ്രാർത്ഥനയോടെ ഞാൻ ആഗ്രഹിക്കുക. കർത്താവ് പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും ഞാൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് കൂടുതൽ ഭാഗങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് വിവരിക്കാൻ ആഗ്രഹിക്കാം. സാക്ഷാൽ മുന്തിരിവള്ളി കർത്താവാണെങ്കിൽ വിശ്വാസികളായ നമ്മൾ അതിൻ്റെ കൊമ്പുകൾ. നമ്മളെ വെട്ടിച്ചേർത്തതാണ് നല്ല പറയുന്നത്. ഒട്ടിച്ചേർത്തത് നമ്മൾ റോമലേഖനം 11-ാം അധ്യായത്തിലാണ് കാണുന്നത്. കാട്ടൊലുവായ നമ്മെ നല്ലൊലുവിനോട് ഒട്ടിച്ചേർത്ത്. പക്ഷെ ഇത് നമ്മൾ യഥാർത്ഥ മുന്തിരിവള്ളിയുടെ ബ്രാഞ്ചസാണ്, യഥാർത്ഥ മുന്തിരിച്ചെടിയുടെ കൊമ്പുകളാണ് നമ്മൾ. എന്തിനാണ് മുന്തിരിച്ചെടി കൊമ്പുകൾ ഇടുന്നത്? എന്തിനാണ് നമ്മെ കൊമ്പുകളാക്കി കർത്താവ് സൃഷ്ടിച്ചത്, വീണ്ടെടുത്തത്? വീണ്ടെടുപ്പിന്റെ വിലയിൽ രക്ഷിക്കപ്പെട്ടു വരുന്ന തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്. ശിഷ്യന്മാർ ഓരോരുത്തരും നല്ല മുന്തിരിയാകുന്ന കർത്താവിൻ്റെ ശിഖരങ്ങളായിട്ടാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ വലിയ ദൗത്യത്തിലേക്കാണ് തൻ്റെ ശിഷ്യഗണത്തെ കർത്താവ് വളർത്താൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിലെ ഓരോ രക്ഷിക്കപ്പെട്ട വ്യക്തികളും ശിഷ്യന്മാരാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ശിഷ്യന്മാരുണ്ട്? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുണ്ട്? അതൊക്കെ പാഷ നിങ്ങളെ പറഞ്ഞതൊക്കെ. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഒഴുകി പോകുന്ന, എങ്ങോട്ട് ഒഴുകി പോകുന്ന അങ്ങോട്ട് പോകും. ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുന്ന വിശ്വാസികളല്ല ശിഷ്യന്മാര്. അത് വിശ്വാസികളെന്ന് പറയാം. വിശ്വാസികൾ എന്ന് പറഞ്ഞവരെല്ലാവരും ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കണം, എൻ്റെ ശരീരം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം എന്നൊക്കെ പറഞ്ഞവരെന്ത് ചെയ്തു? ഇത് എന്തൊരു ഉപദേശം! ആയിരക്കണക്കിന് ആൾക്കാർ അവൻ്റെ പുറകെ നടക്കുക. എല്ലാവരും തിരിഞ്ഞുപോയി. ഇതുപോലെ പലരും തിരിഞ്ഞു പോകും. എന്താ കാരണം? കർത്താവിൻ്റെ ശിഷ്യനാകാനാണ് വിളി. നമുക്കൊന്ന് പരസ്പരത്തെ കൈ കൊടുത്ത് വിളിക്കാമോ? ഞാനൊരു വിശ്വാസിയല്ല, എന്നെ ശിഷ്യനാകാനാണ് വിളിച്ചത്. കൈ കൊടുത്ത് പറഞ്ഞേ, ഒരു ശിഷ്യനാകാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ശിഷ്യൻ ആകാനാണ് കർത്താവ് നമ്മളെ വിളിച്ചതെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ വാക്യം കേട്ടോ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലെ അവസാന ഭാഗങ്ങൾ കർത്താവ് പറയുന്നു, ആകയാൽ ഞാൻ നിങ്ങൾ ഉപദേശിച്ചതൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് സ്നാനപ്പെടുത്തി ഉപദേശം പഠിപ്പിച്ച് അവരെ ശിഷ്യരാക്കിക്കൊണ്ടുവരും. ഓരോ വിശ്വാസികളെയും ശിഷ്യത്വത്തിലേക്ക് നടത്തുവാനാണ് പുതിയ നിയമത്തിന്റെ വിളി. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കണം. അപ്പം ഞാനൊരു ശിഷ്യനാകാൻ പോവുക, അല്ലെങ്കിൽ ശിഷ്യനാണ്, അതിലേക്ക് ഞാൻ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ എന്താണ് ഈ ശിഷ്യന്റെ ഗുണം? മുന്തിരി വള്ളിയോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പ്. ഇത്രേ ഉള്ളൂ. വളരെ ലളിതമായി ശിഷ്യനാകണ മകൻ ഒറ്റ കാര്യമുള്ള കർത്താവ് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ ആ ചങ്കിലെ ചോരയിലൂടെ എനിക്ക് ഒരു വീണ്ടെടുപ്പ് കിട്ടി. എന്നെ ആ മുന്തിരിവള്ളിയുടെ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയുടെ ശിഖരമാക്കി തീർത്തു. വളരെ സിമ്പിളാണ്. പക്ഷെ എന്താണ് എന്നെ ശിഖരമാക്കാൻ യേശു ക്രിസ്തു കുരിശിൽ മരിക്കേണ്ടി വന്നത്? എന്താ? എന്നെ അവന്റെ ഒരു കൊമ്പാക്കി തീർക്കാൻ, ആ മുന്തിരിവള്ളിയോട് ചേർക്കാൻ കർത്താവ് വളരെ വിലയാണ് കൊടുത്തത്. നമ്മളിത് മനസ്സിലാക്കണം. നമ്മളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്നും ഉണ്ടാകാനായിട്ട് ദൈവം കൊടുത്ത വില, സ്വർഗമഹത്വം വെടിഞ്ഞ് ഈ ലോകത്തിൽ വന്ന് ദൈവത്തിന്റെ പുത്രൻ കുരിശിൽ പിടഞ്ഞു മരിച്ചു. പിതാവ് പുത്രനെ കൈവിട്ട് കളഞ്ഞതിലൂടെയാണ് നമ്മെ ആ മുന്തിരിവള്ളിയും മുന്തിരി കൊമ്പുകളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നയിച്ചത്. ഇത് എവിടെയാണ് നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോയത്? നമ്മൾ യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഹോശേയയുടെ പ്രവചനത്തിലെ 80-ാം സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. ഒരു മുന്തിരിച്ചെടി, വെറുതെ ഒന്ന് വായിച്ചു പോവാം. സങ്കീർത്തനങ്ങൾ 80-ന്റെ 8-9 വാക്യങ്ങൾ വായിച്ചത്. 80-ാം സങ്കീർത്തനത്തിലെ 8-9 വാക്യം. മിസ്രൈമിൽ നിന്നും ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ട്, നീ അതിനെ തടമെടുത്ത് അത് വേരൂന്നി ദേശത്ത് പടർന്നു.
അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ പിന്നെ അത് വായിച്ചാലും അത് നമുക്ക് സമയം വെറുതെ കടന്നു പോകണ്ടല്ലോ. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി ആരായിരുന്നു? ഇസ്രായേൽ ജനം. ദൈവം അവനെ ശിഷ്യത്വത്തിലേക്ക് നടത്താനാണ് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് കർത്താവിനോട് ചേർത്ത് അവന്റെ ശിഖരങ്ങളാക്കി മാറ്റാൻ. അവസാനം അതിൽ നിന്നും കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അതിനെ പൊളിച്ചു കളഞ്ഞു, അതിനെ മുറിച്ചു കളഞ്ഞു. പിന്നെ ഹോശേയുടെ പുസ്തകം 10:1 വായിച്ച്. ഹോശേയ 10:1. ഇസ്രായേൽ പടർന്നിരിക്കുന്ന മുന്തിരിവള്ളിയാകുന്നു. അവൻ ഫലം കായ്ക്കുന്നു. തന്റെ ഫലത്തിന്റെ ബഹുത്വത്തിന് തക്കവണ്ണം അവൻ ബലിപീഠങ്ങളെ വർദ്ധിപ്പിച്ചു. തന്റെ ദേശത്തിന്റെ നന്മയ്ക്ക് തക്കവണ്ണം അവൻ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി. മതി. ഇസ്രായേലാണ് ആ മുന്തിരിവള്ളി. അതിൽ ഒരു വാക്യം കൂടെ യെശയ്യാവിന്റെ പുസ്തകം 5:1 കൂടെ വായിച്ചേ. ഞാൻ എന്റെ പ്രിയതമനെ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഈ മുന്തിരിത്തോട്ടം, പ്രിയനുള്ള മുന്തിരിത്തോട്ടമാണ് ഇസ്രായേൽ. അവനാണ് യഥാർത്ഥ മുന്തിരിവള്ളിയായിട്ട് കർത്താവാക്കിയത്. പക്ഷെ എന്ത് സംഭവിച്ചു? മനുഷ്യൻ ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുവിന്റെ ആ മുന്തിരിവള്ളിയോട് ചേർക്കപ്പെടാൻ ഇഷ്ടപ്പെടാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ഇവനിൽ സ്വയത്തിൽ നിന്നും ഫലമുണ്ടായി. ഞാനിങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന കാര്യം, ഈ മുന്തിരിച്ചെടി അതിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ പടർത്തിയിടുന്നതാണ്. ഈ പടർത്തിയെടുക്കുന്ന മുന്തിരിച്ചെടികളുടെ കൊമ്പുകൾക്ക് ചില ഭാഗത്ത് വേരിൻ്റെ അംശം പൊട്ടിമുളയ്ക്കും. ഇതിന് ഈ മുന്തിരിച്ചെടിയിൽ തന്നെ ആശ്രയിച്ചിട്ട് ജീവിക്കാൻ അതിനിഷ്ടം വരത്തില്ല. ചില കൊമ്പുകൾ തന്നെ വേര് താഴത്തോട്ടിറക്കി മണ്ണിലേക്ക്, ചെറിയ പൊക്കത്തിലായിരിക്കും മുന്തിരിച്ചെടി ഇടുന്നത്, മണ്ണിലേക്ക് വേരിറക്കി ഈ മുന്തിരിച്ചെടിയെ ആശ്രയിക്കാതെ കൊമ്പുകൾ തനതായി തന്നെ ഭൂമിയിൽ ആശ്രയിച്ചിട്ട് അതിന് ഫലം കൊടുക്കാൻ തുടങ്ങും. അത് ആർത്തു വളരാൻ തുടങ്ങും. കണ്ടാൽ എത്ര നല്ല വിശ്വാസി, എത്ര നല്ലൊരു ദൈവ പൈതൽ എന്ന് തോന്നും. ഇസ്രായേലിന്റെ അവസ്ഥ ദൈവം കണ്ടപ്പോൾ ദൈവം അതിനെ മുറിച്ചു കളഞ്ഞു. എന്താണ് ബൈബിൾ പറയുന്ന പാപം? ദൈവമക്കൾ, നമ്മറ്റിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു വലിയ ഇളക്കപ്പെരുപ്പത്തിലല്ല ഞാൻ പറയുന്നത്. ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷവും അതിൻ്റെ ഫലവുമുണ്ട്. ജീവവൃക്ഷം പിതാവാം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നു. ജീവവൃക്ഷത്തിന്റെ ഫലം പുത്രനാം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നു. തൊട്ടടുത്ത് നന്മ തിന്മ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം കർത്താവ് പറഞ്ഞു, അത് നീ തിന്നരുത്, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാം. ഈ പിതാവാം ദൈവത്തിന്റെ പുത്രനാകുന്ന യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ് ജീവവൃക്ഷം എന്ന് പറയുന്ന, ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്ന ബൈബിൾ. ഇതാണ് നമ്മുടെ കയ്യിൽ നിന്ന് ജീവവൃക്ഷത്തിന്റെ ഫലം, ബൈബിൾ. ജീവൻ ഉണ്ടാക്കുന്ന വചനം. ഇത് ജീവനും ആത്മാവുമാണ്. ഇത് ജീവനുണ്ടാക്കും. പക്ഷേ നമുക്കിത് വേണ്ട. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, തത്വങ്ങളുണ്ട്, തത്വചിന്തകൾ കൊണ്ടുവന്നിട്ട് നിങ്ങളെ ആരും കവർന്നു കളയരുത്, നിങ്ങളുടെ ബുദ്ധി വികസിക്കാൻ ഇടവരരുത്. ഇവർ സാത്താൻ വന്ന് പ്രേരിപ്പിച്ച ഒരൊറ്റ കാര്യം, മനുഷ്യന് ദൈവത്തിൻ്റെതായിരിക്കുന്ന അതേ ദൈവത്തെ പോലെയാകും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ നന്മ തിന്മ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നണം. ഇന്നും സഭയില് സാത്താൻ ഒറ്റ പ്രവൃത്തിയുള്ളൂ. നീ കൈയടിച്ചോണം, നീ പ്രാർത്ഥിച്ചോണം, നീ ആരാധിച്ചോണം, നീ ബൈബിൾ വായിച്ചോണം. പക്ഷേ ബുദ്ധിപൂർവവുമെല്ലാം മനസ്സിലാക്കണം. ഈ പുസ്തകത്തെ ശിശു എന്ന പോലെ ഉൾക്കൊള്ളരുത്. വളരെ ചിന്തിക്കണം. അത് ചിന്തിക്കേണ്ടെന്നല്ല ബൈബിൾ പറയുന്നത്, ബുദ്ധി വേണ്ടെന്നുമല്ല ബൈബിൾ പറയുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയേണ്ടെന്ന് തന്നെ ദൈവം പറഞ്ഞത്. നീ നന്മയും തിന്മയും തിരിച്ചറിയണ്ട. ഇന്ന് സകലരെക്കാളും നന്മയും തിന്മയും തിരിച്ചറിയുന്ന വിശ്വാസികളായി നമ്മളാണ്. ദൈവം പറയുന്നു നീ നന്മയും തിന്മയും തിരിച്ചറിയണ്ട. പിന്നെ എന്ത് ചെയ്യണം?
നിനക്ക് തന്നെ വേര് താഴത്തോട്ടിട്ട് അടിയിൽ നിന്നും മണ്ണിൽ നിന്നും വളവും വെള്ളമൊന്നും മരിച്ചെടുക്കണ്ട. നിന്റെ ബുദ്ധി പ്രവർത്തിക്കണ്ട, നിന്റെ ശക്തി പ്രവർത്തിക്കണ്ട. വചനത്തിൽ തന്നെ വേരൂന്നി വളരണം. കൊലോസ്യർ 2-ാം അധ്യായത്തിൽ പറയുന്നു, അവനിൽ വേരൂന്നണം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ പറയുന്നു, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ എൻ്റെ വാസ്തവമായ എൻ്റെ ശിഷ്യന്മാർ, അല്ലെങ്കിൽ ഫ്രോഡാണ്, അല്ലെങ്കിൽ ഫേക്കാണത്. വാസ്തവമായ ശിഷ്യന്മാരുണ്ട്, അല്ലാത്തതുണ്ട്. വാസ്തവമായ ശിഷ്യൻ അവന്റെ വചനത്തിൽ വേരൂന്നി വളരുന്നവനായിരിക്കും. വചനമായിരിക്കും അവന്റെ അടിസ്ഥാനം. വചനമില്ലാത്തത് പരിശുദ്ധാത്മാവും വചനവും ഒന്നിച്ചാണ് സഞ്ചരിക്കുന്നത്. ഇതിനെ മനസ്സിലാക്കാതെ വചനത്തിൽ നിന്ന് മാറി ബുദ്ധിപൂർവകമായിട്ട് ചിന്തിക്കുന്ന ഒരു അനുഭവം വന്നാൽ നമ്മൾ സാക്ഷാൽ മുന്തിരിവള്ളിയോട് ചേർന്നിട്ടുള്ള കൊമ്പാണോ എന്ന് പരിശോധിക്കണം. ഇതാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ നന്മ തിന്മ തിരിച്ചറിവ് വൃക്ഷത്തിന്റെ ഫലം തിന്നു. എന്താ സംഭവിച്ചത്? എന്നോട് സഹകരിക്കാമോ? എന്ത് സംഭവിച്ചു? മനുഷ്യൻ മരിച്ചുപോയി. മരിച്ചിട്ട് എത്ര വർഷം ജീവിച്ചു? 930 വർഷം ആദാ ജീവിച്ചു. അപ്പൊ ഇത്രയും വർഷം മരിച്ച ആദാമാണോ ജീവിച്ചത്? എന്താ മരണം? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു. ആ ദൈവത്തിന്റെ ജീവൻ അവനെ നഷ്ടപ്പെട്ടു. സംസർഗം നഷ്ടപ്പെട്ടു പോയി. സംസർഗം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് നമ്മൾ പറയുന്നു, കയീൻ ഹാബേലിനെ അടിച്ചു കൊന്നു. കയീൻ പോയി പട്ടണം പണിതു. അവന്റെ മകൻ മെഥൂശലഹിന്റെ പേര് അതിനിട്ടു. ഒരു പട്ടണത്തിന്റെ പേര്, കയീന്റെ മകന്റെ പട്ടണത്തിന്റെ പേര് പട്ടണത്തിനിട്ടു. പട്ടണം പണിതു. അവന് ധാരാളം മക്കളുണ്ടായി, അവന് കുടുംബങ്ങളുണ്ടായി. ഇതിനൊന്നും ദൈവവും ദൈവസാന്നിധ്യമൊന്നും വേണ്ട. ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും ഇത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനുള്ളതാണ്, മനുഷ്യനുള്ള ഗുണങ്ങൾ. ഇവിടെ നമ്മൾ വായിച്ചത്, ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യൻ പിന്നെ അവന്റെ ബുദ്ധിയും അവന്റെ ഭക്തിയും അവന്റെ നയിക്കുന്ന തത്വങ്ങളും എല്ലാം ഉപയോഗിച്ച് ഇവന്റെ ഒറ്റ ചിന്തയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണം. അവനറിയാം ദൈവമുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മുടെ ബുദ്ധി വേണ്ട, നമ്മുടെ യുക്തി വേണ്ട, നമ്മുടെ യാതൊരു കഴിവുകളും നമ്മുടെ യാതൊരു സമ്പത്തും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ട. വേണോ? അവിടെയാണ് പാപം. ദൈവത്തിന് അത് അറപ്പാണ്, ദൈവത്തിന് അത് വെറുപ്പാണ്. ദൈവം ആഗ്രഹിക്കേണ്ടത് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം, എന്നെ ആശ്രയിച്ച് ജീവിക്കണം. നിന്റെ സ്വയത്തിൽ നിന്നും പുറപ്പെടുന്ന ആരാധനയിലല്ല, നിന്റെ സ്വയത്തിൽ നിന്നും പുറപ്പെടുന്ന, നിന്റെ ബുദ്ധിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു സുവിശേഷ വേലയിലുമല്ല ഞാൻ പ്രസാദിക്കുന്നത്. എന്നിൽ നീ ശരണപ്പെട്ട് എന്നിൽ കായ്ക്കുന്ന കൊമ്പായി തീരണം. ആ പദമാണ് ഞാൻ നിങ്ങൾ നോക്കുന്നത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കുക. എന്നിൽ കായ്ക്കണം എന്നല്ല പറഞ്ഞത്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് മുന്തിരിവള്ളി കൊമ്പുകൾ ഫലം കായ്ക്കണം എന്നല്ല. അങ്ങനെ തിരുവചനം പഠിപ്പിക്കുന്നില്ല. എന്നിൽ കായ്ക്കണം. സ്വയത്തിൽ വേരൂന്നി നീ വെള്ളവും വളവും മലിച്ചെടുത്തിട്ട് നീ കായ്ക്കുന്ന ഫലം ദൈവസന്നിധിയിൽ എത്തത്തില്ല. ഈ അടിസ്ഥാനപരമായ ഒരു കാര്യമാണിതെങ്കിലും എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ അടിസ്ഥാനം, കർത്താവ് പറഞ്ഞു, മണലിന്മേൽ വീട് പണിത മനുഷ്യൻ, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. മണലിന്മേൽ വീട് പണിതത് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. ഇതിനകത്ത് നിങ്ങൾ ആരെ പറയും ബുദ്ധിമാനെന്ന്? രണ്ടുപേരും ഒരു 10 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിതു. 10 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ്. 10 ലക്ഷം രൂപയ്ക്ക് ഇവിടുത്തെ പുരുഷന്മാരും ഒരു വീട് പണിതു, സ്ത്രീകളും വീട് പണിതു. നിങ്ങളെ എങ്ങനെയാണ് കുറച്ച് ബുദ്ധിമാന്മാരാക്കിയേക്കാം. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു അടിസ്ഥാനമൊന്നും വേണ്ട, ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് വന്ന് വീട് നമുക്ക് കയറി താമസിച്ചാൽ പോരെ. അടിസ്ഥാനം എന്തിന്? 2 നില വീട് പണിതു, പെയിന്റിങ് എല്ലാം കഴിഞ്ഞു, AC ഒക്കെ പിടിപ്പിച്ചു, കയറി താമസം വെച്ചു, ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പുറത്തെ വീട് അടിസ്ഥാനം വിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം 4 ലക്ഷം രൂപ തീർന്നു. പിന്നെ 6 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ തേപ്പ് തീർന്നിട്ടില്ല, അതിൻ്റെ ടൈലിട്ടിട്ടില്ല, അതിൻ്റെ പണി തീർന്നിട്ടില്ല.
നിങ്ങളാണോ ബുദ്ധിമാന്മാര്, ഇവരാണോ ബുദ്ധിമാന്മാർ? രോഗം പറഞ്ഞു, കണ്ടില്ലേ ഞങ്ങളുടെ സഹോദരിമാരുടെ ബുദ്ധി. ഞങ്ങളുടെ കർത്താവ് പറയുക, ബുദ്ധിയുള്ള മനുഷ്യൻ ആഴെ കുഴിച്ച് പാറമേൽ വീട് പണിതു എന്നുള്ള. ബുദ്ധിയുള്ളവൻ അങ്ങനെ. എന്താണ് സംഭവം? ഒരു ദിവസമുണ്ട്, ഒരു ദിവസം അന്ന് സകല ദുഷ്ടന്മാരും ഈ മണലിൽ പണിത വീടെല്ലാം കൂടെ ഇടിഞ്ഞു പോകുന്ന ദിവസമുണ്ട്. അന്നാണ് നമ്മൾ അതിശയിക്കുന്നത്, അയ്യോ അവൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചില്ലെങ്കിലും അവൻ്റെ വീട്ടിൽ സുരക്ഷിതത്വമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന. അപ്പൊ ബുദ്ധിയുള്ള മനുഷ്യരോട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചുകൂടെ? ഒന്ന് ബുദ്ധിയുള്ളവരായിക്കൂടെ? എന്താണ് ദൈവിക ബുദ്ധി? ദൈവിക ബുദ്ധി എന്ന് പറയുന്നത് കർത്താവ് തന്നെ അവിടെ തന്നെ പറഞ്ഞു. മത്തായി 7 ഗിരിപ്രഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുക, കർത്താവേ കർത്താവേ എന്ന് എന്നോട് പറയുന്നവൻ എവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യണം. അപ്പൊ കർത്താവേ ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, ഞങ്ങൾ അടയാളങ്ങൾ ചെയ്തു, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു. ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. എവിടെയാണിത്? ഈ കൊമ്പ് മുന്തിരിവള്ളിയോട് ഒട്ടി നിൽക്കുന്നെന്ന് ഭാവിക്കുക. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് ഭാവിക്കുക. ഞാനും ദൈവസഭയുടെ മെമ്പറാണ്, എൻ്റെ പേരും മെമ്പർഷിപ്പ് ബുക്കിലുണ്ട്, ഞാനും സ്നാനപ്പെട്ടതാണ്, ഞാനും വചനമാണ് പ്രസംഗിക്കുന്നത്, ഞാനും ദൈവവേലയാണ് ചെയ്യുന്നത്, ഒക്കെ ശരിയാണ്. പക്ഷേ കർത്താവ് പറയും, ആ ദിവസം അന്ന് തീയിലേക്ക് ഇതിടും. അന്ന് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, വൈക്കോല, പുല്ല് എല്ലാം കൂടെ കൊണ്ടിടും. പക്ഷേ യഥാർത്ഥ ശിഷ്യൻ അവിടെ വെളിപ്പെട്ടു വരും. വളരെ ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം മാത്രമാണ് ഇന്ന് ഞാൻ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്. ദൈവസ്നേഹത്തിന്റെ അടുത്ത ഭാഗങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിപ്പാനിടയായി തീരട്ടെ. എന്താണ് ഏതൻ തോട്ടത്തിൽ മനുഷ്യൻ നന്മയും തിന്മയും തിരിച്ചറിയുന്നത് പാപമാണോ? അങ്ങനെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ബുദ്ധിയായി കഴിവായി. ദൈവം എന്താ ആഗ്രഹിച്ചത്? ഈ മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നാൽ മതി. ഈ സ്വർഗസ്ഥനായ ദൈവത്തോട്, പിതാവിനോട് നീ ചേർന്ന് നിന്ന് അവനിൽ നിന്നും വരുന്നത് ചെയ്താൽ മതി. നമ്മളെ ആ വേദനിപ്പിക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളിലെ ഞാൻ ഓരോ വ്യക്തികളെയും ഇങ്ങനെ ദൈവാത്മാവിൽ വിവേചിക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ തരും. ഓരോ വ്യക്തികളെ, ഇവരുടെ എത്ര സ്ഥലത്ത് വേരുകൾ ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്, മുന്തിരിവള്ളിയിൽ നിന്നും അല്ലാത്തത് എന്തുണ്ടെന്ന് ദൈവാത്മാവിന് വിവേചിക്കാൻ കഴിയും. ഞാനും നിങ്ങളും ഇത് വിവേചിക്കണം. ഞാൻ പറയുന്നത്, നാളെ നിങ്ങളെല്ലാവരും അമേരിക്കയിലെ ഡോളർ ഇങ്ങോട്ട് അയച്ചു തന്നാലും എനിക്ക് സന്തോഷം. നാളെ എല്ലാവരും അമേരിക്കയിൽ പോയി നേരിട്ടു, എനിക്ക് സന്തോഷമാണ്. ഡോളർ അയച്ചു തരുന്നതും എനിക്ക് സന്തോഷം. പക്ഷേ എൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ പോയത് കൊണ്ടല്ല, നിങ്ങൾ എൻ്റെ കൂടെ സ്വർഗത്തിലെത്തിയെങ്കിൽ മാത്രമേ എൻ്റെ സന്തോഷം പൂർണ്ണമാകത്തുള്ളൂ. ദൈവസഭ ഒരു കുടുംബമാണെന്നുള്ള ചിന്ത, ഒരു കുടുംബം. ഓരോ വിഷയവും അപ്പോഴപ്പോൾ ഞാൻ ചിലരോട് ചോദിക്കും, എന്തായി നീ കണ്ടില്ലല്ലോ? അത് പക്ഷേ ഞങ്ങൾ ആശുപത്രിയിലായിരുന്നു, ഞങ്ങൾ അവിടെ ആയിരുന്നു. ദൈവദാസന് ഓരോ സന്ദർഭങ്ങളിലും ഒരു കർത്തൃദാസനുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ഒരാള് എവിടെയാണ്? ദൈവസഭ. ദൈവസഭയുമായിട്ട് ഒരു ബന്ധം, ഓരോ കാര്യങ്ങളും എങ്ങനെ ദൈവസഭയിലെ കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യാൻ ഒരു ദൈവദാസനെ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ദൈവദാസനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് എത്ര പേരുണ്ട്? സഭയിലെ വിശേഷങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ചോദിച്ച് എത്ര പേരുണ്ട്? അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സഭ കുടുംബമാണ്, ദൈവസഭ കുടുംബമാണ്. ആ കുടുംബവുമായിട്ടുള്ള ബന്ധം. റാണിമോള് വാങ്ങാഞ്ഞു പോയിട്ടൊന്ന് ഭാഷ വിളിച്ചോ? അത് മറന്നോ? സഭയൊക്കെ ജോൺസിനെ അവിടുത്തെ സഭയുമായിട്ടൊക്കെ ബന്ധത്തിൽ ജീവിതത്തിൽ നന്മയോ ഉയർച്ചകളോ വരുമ്പം ദൈവദാസനെ മറക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആരെ മറക്കുന്നത്? അപ്പോ സ്നേഹം കൊണ്ട് പറയുന്ന നമ്മള് എൻ്റെ സഹോദരനെ മറന്നാൽ ഞാൻ ദൈവത്തെ മറന്നു. എൻ്റെ സഹോദരനെ
ദൈവം എനിക്ക് തന്നിരിക്കുന്നത് അവൻ്റെ ദുഃഖങ്ങളും അവൻ്റെ ഭാരങ്ങളും എൻ്റെ സന്തോഷങ്ങളും പങ്കുവെക്കാനാണ്. ഈ ബന്ധം നഷ്ടപ്പെട്ടിട്ട് എന്ത് ക്രിസ്തീയ ജീവിതമാണ്? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ സ്വയ കേന്ദ്രീകൃതനായി മാറി. സെൽഫ് സെന്റേഡ് ലൈഫിലേക്ക് മനുഷ്യൻ മാറി. ദൈവം എന്താ ആഗ്രഹിച്ചത്? ദൈവം കേന്ദ്രീകരിക്കപ്പെട്ട ഒരു ജീവിതം. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, നല്ല ജീവിതം നയിക്കാൻ തുടങ്ങി. പക്ഷേ അടിസ്ഥാനം നന്നായിട്ട് പരിശോധിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീട് വീണു പോകരുത്, ഈ വീട് നിലം പരിചാകരുത്. ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞാൻ ഓരോ ദിവസവും പരിശോധിക്കുന്നത് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവരെല്ലാവരും ചെങ്കടലിൽ സ്നാനമേറ്റു, അവരെല്ലാവരും ചോരത്തളി ആചരിച്ചു, അവരെല്ലാവരും വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അവരെല്ലാവരും മന്ന തിന്നു, അവരെല്ലാവരും പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചു. പക്ഷേ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അതെന്താ? അവരിൽ 2 പേരൊഴിച്ച് 6 ലക്ഷത്തിൽ പരം പ്രായപൂർത്തിയായ പുരുഷന്മാർ തള്ളപ്പെട്ടു പോയി. അവരിൽ മിക്ക പേരിലും പറഞ്ഞിട്ടുണ്ടോടെ, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്താണ് കാരണം? എന്നിട്ട് അവിടെ അപ്പോസ്തലൻ പറഞ്ഞു വരുമ്പോൾ പറയുന്നുണ്ട്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളട്ടെ. ഇപ്പൊ വീണവരുടെ അവസ്ഥ എന്താണ്? വീണവരൊക്കെ ചിന്തിച്ചു, ഞാൻ അങ്ങ് സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുത്ത് വലത്തു ഭാഗത്ത് ഞാനുണ്ടാകും, ഞാൻ മരിച്ചാൽ എൻ്റെ നിത്യത നഷ്ടമാകത്തില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നലുണ്ടായി, നിൽക്കുന്നു എന്ന് തോന്നി. പക്ഷെ അവർ വീണുപോയി. എന്തിനാ ഇത് എഴുതിയിരിക്കുന്നത്? അപ്പോസ്തലൻ പറയുക, പരിശുദ്ധന്മാർ എഴുതുക, ഇതൊരു ദൃഷ്ടാന്തമാണ്, നിങ്ങളിത് നോക്കി പഠിച്ചോണം. നിൽക്കുന്നെന്ന് തോന്നല്ലേ? എപ്പ വീണെന്ന് ചോദിച്ചാൽ മതി. കാരണം നമ്മൾ നിന്നിട്ടില്ല, പിന്നെ നിർത്തിയിരിക്കുന്നു. അപ്പോ ഇപ്പുറവും നമ്മുടെ കർത്താവും പരിശുദ്ധാത്മാവും വിശുദ്ധന്മാരും ചേർത്ത് നമ്മളെ കൈപിടിച്ച് നിർത്തി. സ്വയം എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്ന തോന്നുന്ന നിമിഷം ഞാൻ വീണുപോയി. ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മളിലുള്ള എന്നെ, നമ്മളിലുള്ള ഞാൻ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾക്ക് എവിടെയെങ്കിലും യുക്തി കയറി വരുമോ? ആത്മീയ കാര്യങ്ങളെ വചന അധിഷ്ഠിതമല്ലാത്ത, ആത്മനിറവിലല്ലാത്തൊരു വെളിപ്പാട് കിട്ടിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്നു, നമ്മൾ പച്ചപ്പുൽമേടുകളിൽ നമ്മെ ദിനം തോറും നടത്തുന്ന ദൈവം, നമ്മൾ ചിന്തിക്കുന്ന ഈ ദൈവത്തെക്കുറിച്ച് എല്ലാ ജാതികളും എല്ലാ മതസ്ഥരും ചിന്തിക്കുന്നത് കരുതുന്ന, കാവൽ ചെയ്യുന്ന, പരിപാലിക്കുന്ന ദൈവം അല്ലേ? അവരൊക്കെ കൊല്ലുന്ന ദൈവത്തെയാണോ? അവരൊക്കെ കടം മാറ്റുന്ന, ബുദ്ധിമുട്ട് മാറ്റുന്ന, രോഗം മാറ്റുന്ന ഒരു ദൈവത്തെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. നമ്മളും അത് തന്നെയാണ്. നമ്മൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നത്? കടം മാറ്റുന്ന, ബുദ്ധിമുട്ട് മാറ്റുന്ന, വീട് തരുന്ന, ജോലി തരുന്ന, ഭാര്യയെ തരുന്ന, ഭർത്താവിനെ തരുന്ന ദൈവത്തെയാണോ നിങ്ങൾക്ക് എനിക്കും വേണ്ടത്? പിന്നല്ലാതെ പിന്നെ ഏത് ദൈവത്തെ അവസ്ഥയായിട്ട്? നമ്മുടെ പ്രത്യേകത, ശിഷ്യന്മാരുടെ പ്രത്യേകത, എൻ്റെ കർത്താവിന് എന്താണ് എന്നെ നിന്നും വേണ്ടത്? നമ്മൾ പെന്തക്കോസ്തുകാരുടെ പ്രത്യേകത ഇതാണ്. എന്തിനാണ് എന്നെ ഇവിടെ ഒട്ടിച്ച് ചേർത്തത്? ഒട്ടിച്ച് ചേർത്തതല്ല, എന്നിൽ നിന്നും ഈ കൊമ്പ്, ഈ മുന്തിരിവള്ളി ഇട്ടത് എന്തിനാ? അത് ഫലം കായ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അതല്ലാതെ ഇങ്ങോട്ട് വെള്ളം കെട്ടിക്കോട്ടെ, വളം കെട്ടിക്കോട്ടെ, വെള്ളവും കെട്ടിയില്ല, വളവും കെട്ടിയില്ല, സൗഖ്യവും കെട്ടിയില്ല, ഒന്നും കെട്ടില്ല. ജോബ് പറഞ്ഞതുപോലെ പറയണം. എങ്ങനെ? കർത്താവ് തന്നു, കർത്താവ് എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്റേതൊന്നുമില്ല, എനിക്ക് കിട്ടിയതാണ്. അവൻ എന്തും, എൻ്റെ ദൈവം പരമാധികാരിയാണ്, അവൻ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടെന്നുള്ള ഒരു വെളിപ്പാട്. അവസാനം ഭാര്യ പറഞ്ഞു, ചത്തുകളയാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പൊട്ടിയെ പോലെ നീ എന്താ പറയുന്നത്? ഇങ്ങോട്ട് താന്ന് പറയുന്നതാണോ ദൈവം? അവൻ നന്മ തന്നപ്പോൾ നീ സ്വീകരിച്ചു, തിന്മ തരുമ്പോൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. എന്നിട്ട് അവന് വേണ്ടി ഫലം കായ്ക്കണം. മക്കളെ, പ്രിയപ്പെട്ടവരെ,
നമ്മളെ നട്ടത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ചെവി തുറന്നിട്ടുണ്ടോ? കിട്ടണേ കിട്ടണേ എന്നുള്ളത് ആ കൊമ്പ് ഇങ്ങനെ അത് യഥാർത്ഥ കൊമ്പല്ല, മുന്തിരിവള്ളിയോട് ചേർന്നിരിക്കുന്ന യഥാർത്ഥത്തിൽ കൊമ്പ്. അതായത് എൻ്റെ സ്വയത്തിനാണ് ഒരാശ്രയം. കിട്ടണേ കിട്ടണേ എന്നുള്ള ചിന്ത കിട്ടത്തില്ലെന്നും ബൈബിൾ പറയുന്നില്ല. ഈ മുന്തിരി ചെടിയോട് കൊമ്പൊട്ടി നിന്ന അനാവശ്യമുള്ള വെള്ളവും ഉടുത്തിരിക്കും. ഉണ്ണാനും ഉടുക്കാനും ഇവിടെ ജീവിക്കാനുള്ളത് കരുതുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമ്മുടെ ദൈവം. എന്നാൽ ഈ കൊമ്പുകൾ കൊറ്റ ചിന്തയുള്ളൂ, എന്നെ ആ കൊമ്പാക്കി ഇവിടെ മാറ്റിയിരിക്കുന്നത് എന്നിൽ നിന്നും കുറച്ച് ഫലമുണ്ടാകണം, എന്നിൽ നിന്നും ഫലമുണ്ടായി പിതാവിന് മഹത്വം കിട്ടണം. നമ്മൾ എങ്ങനെയോ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ വാക്കുകൾ അല്ലെങ്കിൽ ആരാധന വാക്കുകളാണെന്ന് പറയുന്ന ഒരു അനുഭവം. നിങ്ങൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുമ്പോഴാണ് ആരാധന വരുന്നത്. ആരാധനയ്ക്കകത്ത് സ്തുതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സ്തുതിപ്പ് മാത്രമാണ് ആരാധന എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു കാലത്തിന് സ്തുതിച്ചില്ലെങ്കിൽ നമ്മുടെ ആരാധന ഒന്ന് ചിന്തിക്കണം, എന്താണ് ആരാധന എന്ന്. പക്ഷെ സ്തുതിക്കുമ്പോൾ എന്തുണ്ടാകണം? എന്നെ കൊണ്ട് ഈ മുന്തിരി ചെടിക്ക് എന്ത് പ്രയോജനമുണ്ട്, എന്നെ നട്ടവന് എന്ത് പ്രയോജനമുണ്ട്, ഈ കുടുംബത്തിലെ ഈ കൊച്ചു സഭയില് നിങ്ങളെക്കുറിച്ച് എന്നെക്കുറിച്ച് കർത്താവിന് എന്താണ് ആഗ്രഹം? ഇത് കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ആ മുന്തിരി ചെടിയോട് ഒട്ടി നിൽക്കുന്ന കൊമ്പാണെന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. ഇതിനോട് ഒട്ടി നിൽക്കണമെങ്കിൽ ഈ മുന്തിരി ചെടിക്ക് ചില പ്ലാനുകളുണ്ട് നമ്മളെ ഒട്ടിച്ചേക്ക്. ഇതൊന്ന് കണ്ടെത്താനാണ് ഞാൻ ഓർപ്പിക്കുന്നത്. നമ്മുടെ ബുദ്ധിപരമായ അറിവുകളിൽ നമ്മൾ നോക്കുമ്പോൾ പാരമ്പര്യമായിട്ട് പഠിച്ചു വരുന്നത് ദൈവത്തെ പിൻപറ്റിയ കിട്ടുന്ന നന്മകളാണ്. പിന്നെ നമ്മളെവിടെ പോകും? സ്വർഗത്തിലും പോവും. നമ്മൾ സ്വർഗത്തിലും പോവും. ഇതല്ല ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചു, ഒന്നാമത്തെ വായിച്ചു, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് എന്ന് വെച്ചെന്നാൽ അത് തെറ്റായ ഒരു കൊമ്പാണ്. അതായത് യഥാർത്ഥ കൊമ്പല്ലത്. അതിന് ദൈവം അംഗീകരിക്കുന്നില്ല. അതിന് സ്വയത്തിൽ നിന്നും ബുദ്ധിയിൽ നിന്നും ആശ്രയിച്ച് കിട്ടുന്ന കുറെ നന്മകളുണ്ട്. അതിനും മുന്തിരിങ്ങ കായ്ക്കും. പക്ഷെ ഇതിനകത്തുനിന്ന് വരുന്ന മുന്തിരിങ്ങ അവരല്ലാതെ അത് പൊളിക്കും. അത് അവസരം കുറെ കിട്ടുമ്പോൾ ഇത് കായ്ക്കും. വായിക്കാത്ത വെച്ചെന്നാൽ പുളിക്കും. എന്ന് വെച്ചെന്നാൽ ജീവിതത്തിൽ മാനസാന്തര സ്വഭാവമില്ല. അവസരം വരുമ്പം നമ്മുടെ നാക്കങ്ങ് ചാടും. അവസരം വരുമ്പം നമ്മുടെ മുഖമൊക്കെ അങ്ങ് വിരൂപമാകും. എന്താണ്? സാത്താന്റെ കയ്യിലെ ഒരു കളിപ്പാവയാണ് ഈ മുന്തിരി എന്ന് പറയുന്നത്. നല്ല മുന്തിരിങ്ങ മറ്റുള്ളവർക്ക് ഊർജസ്സും ടേസ്റ്റും വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് വായിക്കകത്ത് വെക്കുന്നവന് പിന്നെ ഇതൊരു വായി വെച്ചു പോയല്ലോ എന്ന് പോലത്തെ അവസ്ഥ വരും. കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന അവസ്ഥ. കാരണം സ്വയത്തിൽ നിന്നും വേരൂന്നി വന്നാൽ കാഴ്ചയിൽ എന്താണ്? വെള്ള ഷർട്ടും ക്ലീൻ ഷേവും ഫുൾ സ്ലീവും ബൈബിളും പിടിച്ചോണ്ട് നടക്കുന്ന ഞാൻ, എന്നിൽ നിന്നും വരുന്നത് എന്താണ്? എൻ്റെ ജീവിത ശൈലി എന്താണ്? നിങ്ങളോട് എന്ത് കാര്യവും ആർക്കും തുറന്ന് സംസാരിക്കാവൂ. എന്ത് കാര്യവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം തുറന്ന് സംസാരിക്കാവൂ. സ്വാഗതം ചെയ്യുമോ? അതോ നമ്മുടെ പഴയ മനുഷ്യൻ പോകുമോ? നമ്മുടെ പഴയ മനുഷ്യനെ അറിയാമല്ലോ ആരാണെന്ന്. ഇത്ര അഹങ്കാരം പിടിച്ച, ഇത്ര കോപിഷ്ഠനായ ആ പഴയ മനുഷ്യനകത്തിരിപ്പുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് യാത്ര. ഇവൻ പൊങ്ങി വരുന്ന ഒരു സാഹചര്യം ആർക്കും എപ്പോഴും എന്നെ എന്തും ചെയ്യാം, എന്തും പറയാമെന്ന് പറയുന്നെങ്കിൽ ആ മുന്തിരിച്ചെടിയുടെ യഥാർത്ഥ കൊമ്പുകളാണ്. അതിൻ്റെ വേര് ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അത് സ്വർഗത്തിൽ നിന്നുള്ള അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന വളമാണ് വലിച്ചു കുടിക്കുന്നത്. എൻ്റെ സഹോദരനോടുള്ള ബന്ധം കീപ്പ് ചെയ്യാൻ കഴിയാത്തൊരു ഭക്തി എന്തോ? എൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം സഹതാപം തോന്നാത്തൊരു ഭക്തി ഉണ്ടോ? എൻ്റെ സഹോദരനോട് ഇന്നത്തെ ഭക്തിയൊന്നും പറയണ്ട, എൻ്റെ ബാങ്കും എൻ്റെ വീടും എൻ്റെ കുടുംബവും
ഇതാണ് ഇന്നത്തെ ഭക്തി. സഹോദരനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ട ഈ കൊമ്പുകളുടെ അവസ്ഥ എവിടെയാണ് പോയി വീഴുന്നതെന്ന് അറിയാമോ? ഇത് മുറിച്ച് വെട്ടിയെടുത്ത് തീക്കകത്തോട്ട് കൊണ്ടിടും. അയ്യോ, അതെങ്ങനെ? ഇത് എന്താണ് ദൈവദാസനെ പറയുന്നത്? ഈ മുന്തിരി വള്ളിയുടെ കൊമ്പുകളെ വെട്ടിയെടുത്ത് തീക്കകത്തിടുമെന്നോ? പെനിയേൽ സഭയിലെ ഓരോ വിശ്വാസികളെയും നമ്മൾ നമ്മുടെ അടിസ്ഥാനം പരിശോധിച്ചില്ലെങ്കിൽ, ഞാൻ പറഞ്ഞിട്ട് നിസ്സാരമായിട്ട് അങ്ങ് സ്വർഗത്തിൽ യേശു കർത്താവെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നതെന്ന് ബൈബിൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്ര സിമ്പിളൊന്നുമല്ല. ആ മുന്തിരിച്ചെടിയുടെ കൊമ്പുകളാണെങ്കിൽ പരിശോധിച്ച് നോക്കണം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് എഴുതിയിരിക്കുന്നു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് മണിമാളിക പണിയാം, അതിന് മുന്തിരിവള്ളിയോട് ബന്ധമൊന്നും നടന്നില്ല. മുന്തിരിവള്ളിയോട് ബന്ധമില്ലാത്തവന് അമേരിക്കയിലെ കാശ് ഇഷ്ടം പോലെ ഉണ്ടാക്കാം, ഒരു വലിയ സഭാ ഹോളുകൾ ഉണ്ടാക്കാം. ഇന്നത്തെ കാലഘട്ടം കൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല ഒന്നും. എന്ത് പണവും സമ്പാദിക്കാം, എന്ത് മാന്യതയും ഉണ്ടാക്കാം. അതിന് മുന്തിരിവള്ളിയാകുന്ന യേശുവിനോട് ബന്ധമൊന്നും വേണ്ട, ഇതൊന്നുമില്ല. പക്ഷെ യേശുവിനോട് ബന്ധമുള്ളവനെയും ദൈവം മണിമാളിക കൊടുക്കും, അവനും വലിയ വലിയ കാറ് കൊടുക്കും, അവനും. പക്ഷേ അവൻ്റെ ആശ്രയം അതിനകത്തല്ല. യഹോവയിൽ ആശ്രയിക്കുന്ന, യഹോവ തന്നെ ആശ്രയം, അവൻ അതിനകത്താണ്. ആ മുന്തിരിച്ചെടിയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. ഈ കൊമ്പ് നമ്മളെങ്ങനെ, ഈ ബൈബിളിനെ മാത്രമാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇതാണ് മുന്തിരിച്ചെടി, ഇതാണ് മായമില്ലാത്ത പാല്. മായമില്ലാത്ത പാല് ബൈബിളാണ്. ഞാൻ പറയുന്നത് പോലും നിങ്ങൾ വിവേചിക്കണം. ബൈബിൾ അടിസ്ഥാനത്തിലല്ലെങ്കിൽ നിങ്ങൾ വിവേചിക്കണം. എന്നോട് വന്ന് പറയണം, പാസ്റ്റർ പറഞ്ഞത് വചനാധിഷ്ഠിതമല്ല, വചനത്തിലുള്ളത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയണം. തൻ്റെ ഇടം വേണം, അതിന് പുരുഷത്വം വേണം. അല്ലാണ്ട് കേൾക്കുന്നല്ലോ ഹല്ലേലൂയ പറയാനല്ല, കേൾക്കുന്നതിനല്ല സ്തോത്രം പറയാനല്ല. യേശു വന്നത് ആ മുന്തിരിവള്ളിയാകുന്ന അവൻ്റെ ആ തനി സ്നേഹത്തിൻ്റെ, ആ തനി വിശുദ്ധിയുടെ ആ കൊമ്പുകളിൽ നിന്നുള്ള അനേകം കൊമ്പുകളായി. അതിൽ കുറഞ്ഞ ഒന്ന്, എനിക്കെൻ്റെ സഹോദരനെ, അമ്മയെ, അമ്മായിയമ്മയെ, അല്ല എൻ്റെ നാത്തൂനെ സ്നേഹിക്കാൻ കഴിയത്തില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഇവിടെ സഭയ്ക്ക് വരുന്നേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും ചെയ്ത് 10 കാശുണ്ടാകും. അതുകൊണ്ട് എനിക്ക് സഭയിൽ ആളെ കൂട്ടാൻ ഒരാഗ്രഹമില്ല. വരുന്ന 10 പേരാണെങ്കിലും അങ്ങ് മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്ന് ആ നിത്യജീവന്റെ ഫലം കായ്ക്കണം. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. അപ്പോൾ ഞാൻ പറയും പെട്ടെന്ന്, ഈ മുന്തിരി ചെടിയുടെ കൊമ്പുകളെ ചിലത് ഒടിച്ചിട്ട് തീ കത്തിക്കും. അങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ നീക്കിക്കളയും. കൊമ്പുകളോ എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും, കായ്ക്കുന്നതോ ഒക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നിൽ വസിച്ചിട്ടല്ലാതെ, അബൈഡ് ഹിം, അവനിൽ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ അതോ എന്നെ കാണുന്നുണ്ടോ? ഞാൻ അവനിൽ, അവൻ എന്നിൽ. ഏത് അവസരം വന്നാലും, ഏത് സാഹചര്യം വന്നാലും, ഞാൻ പറഞ്ഞ വളർച്ചയിൽ വ്യത്യാസം കാണും. നമ്മളിലെ ഈ കാര്യത്തിൽ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിയവരാരും കാണത്തില്ല. വളർന്നുകൊണ്ടേയിരിക്കണം. ഈ പ്രോസസ്സിലല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു. വളർച്ച എന്നും എന്നും ഒരുപോലെയാണോ? നമ്മളൊരു കുടുംബമാണെന്ന് മനസ്സിലാക്കി വെള്ളിയാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊച്ചുമോൻ്റെ കാര്യം, പിന്നെ വരാൻ പറ്റുന്നവർ, പുന്നമടേന്ന് വരാൻ പറ്റുന്നവർക്ക് വരാം. അതുപോലെ ആർക്കെങ്കിലും വരാൻ പറ്റാത്തവർ കണ്ടേക്കാം. സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ വാർദ്ധക്യം കൊണ്ടായിരിക്കാം, ക്ഷീണങ്ങൾ കൊണ്ടായിരിക്കാം. ഒരു ദൈവ കുടുംബമായിട്ട് ഇതിനെ കണ്ട് ഇതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളൊന്ന് പരിശോധിക്കണം, നാം സ്വയത്തിലാണോ? 2, എൻ്റെ സഹോദരനോട് ക്ഷമിക്കാനും സഹിപ്പാനും വഹിപ്പാനും കഴിയുന്ന ആ മുന്തിരിച്ചെടി യേശുവിൻ്റെ അതേ ഭാവം. ഒറ്റ വാക്കിൽ ആ മുന്തിരിച്ചെടി യേശു. യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ തയ്യാറുണ്ടോ സുശീലമ്മ? യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ മുന്തിരിച്ചെടിയോട് ചേർന്നുള്ള കൊമ്പുകളാണ്. അതല്ല, എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്,
എനിക്ക് ചില ഭാവങ്ങളുണ്ട്, എനിക്ക് ചില മഹിമകളുണ്ട് എന്ന് പറയുന്നെങ്കിൽ നമ്മൾ പരിശോധിക്കുക. അന്ന് എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല, അതുപോലെ എന്നിനും പ്രസാദിക്കാതെ വന്നേക്കാം. അന്ന് പലരും മരുഭൂമിയിൽ പട്ടുപോയി, ഞാനും പട്ടുപോയേക്കാം. പുസ്തകം കൈ പിടിച്ചത് നല്ലതാണ്, ബൈബിൾ കാണാതെ പഠിക്കുന്നത് നല്ലതാണ്, പ്രസംഗത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ജീവിതം ശൈലിയിൽ മാറ്റം വരുന്നില്ലെങ്കിൽ അത് ക്രിസ്ത്യാനിത്വമല്ല. ക്രിസ്ത്യാനിത്വം അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും അനുഭവങ്ങളിലുമല്ല. ക്രിസ്ത്യാനിത്വം ഈ തിരുവചനത്തിലാണ്. തിരുവചനത്തിന്റെ അടിസ്ഥാനമില്ലാത്തതൊന്നും, അയ്യോ അങ്ങനെ പറയല്ലേ പാസ്റ്റർ, ഞാനൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഇങ്ങനെ ഇറക്കിക്കൊണ്ടുവന്ന് സത്യമാണ്, നല്ലൊരു അനുഭവമാണ്. പക്ഷേ അത് അടിസ്ഥാനമല്ല. അത്ഭുതം നടന്നത് അടിസ്ഥാനമല്ല, വചനമാണ് അടിസ്ഥാനം. വചനമെന്ന പാറമേൽ പണിയപ്പെട്ടില്ലെങ്കിൽ നമ്മൾ അമ്പേ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നു, ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. 15-ാം അധ്യായം ഞാൻ വെറുതെ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുവിടാം. ഇവിടെ വായിക്കുന്നത് 5-ാം വാക്യം. 4-ാം വാക്യം, എന്നിൽ വസിച്ചിട്ടില്ലാതെ കൊമ്പിന് സ്വയമായി കയപ്പാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയിൽ നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ചിലരൊക്കെ പറയുന്നത്, എൻ്റെ പോറെ എന്നെ കൊണ്ടുണ്ട്. ഞാൻ ഒരു പാവപ്പെട്ട സഹോദരി അടുത്ത് പോയി. സഹോദരി അടുത്ത് എന്ന് പറഞ്ഞു, സഹോദരി നിങ്ങളുടെ ഭർത്താവിൻ്റെ സഹോദരനുമായിട്ടൊന്ന് നിരപ്പ് പ്രാപിക്കണം, സഹോദരനല്ലേ, അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഈ സഹോദരിയുടെ മുഖമെല്ലാം കൂടെ വല്ലാതായി. നല്ലത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തോടെയാണ് പറഞ്ഞത്. ഒരു ദേവദാസൻ എന്നാണ് പറഞ്ഞത്. അവർ പറഞ്ഞു, പാസ്റ്റേ ഞാൻ സഭയ്ക്ക് വരുന്നില്ല. എന്താ? അവനോട് മിണ്ടാനാണെങ്കിൽ ഇനി ഞാൻ സഭയിലും വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇന്ന് ഭൂമുഖത്ത് ഭാര്യ ഭർത്താക്കന്മാരാരും ഇന്ന് ഭൂമിയിലില്ല. ഇല്ലാത്ത അവസ്ഥയിലെ അവരുടെ കുടുംബത്തിലെ അന്യമതത്തിലേക്ക് ചേക്കേറിപ്പോകുന്ന അവസ്ഥകൾ കടന്നു വന്നു. ഒരു ദൈവദാസൻ പറയുന്ന വാക്ക് ദൈവത്തിൻ്റെ വാക്കാണെന്ന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ദൈവദാസൻ ദൈവാത്മാവുള്ളവനാണോ എന്ന് പരിശോധിക്കണം. വചനമനുസരിച്ച് ജീവിക്കുന്നവനാണോ എന്ന് പരിശോധിക്കണം. എങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കിനെ ദൈവം പറയുന്ന വാക്കാണ്. ദൈവം പറയുന്നത് ഒരു ദൈവദാസനിലൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം പറയുന്നത്. വചനത്തിലൂടെയും വചനത്തിലൂടെയാണ് ദൈവദാസൻ പറയുന്നത്. ആ വചനത്തെ എന്ത് ചെയ്യണം? അതൊന്നനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു, എന്നോട് ദൈവം പറഞ്ഞിട്ടാണ്, ദൈവത്തിന് പകരമാണ് ഞാൻ ചെന്ന് പറഞ്ഞത്. കർത്താവാണെങ്കിൽ പറയുന്ന കാര്യം ഞാൻ ചെന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല, എന്നോട് കയർത്തു. സഭയ്ക്ക് വരാതിരുന്നില്ല, സഭയ്ക്ക് വന്നു. എന്നാൽ പറഞ്ഞതുപോലെ സഭയിൽ അവർ പോകേണ്ടി വന്നു. അവർ നമ്മളെന്ത് പറയുന്ന ചുമ്മാന്നും പറയുന്നില്ല, നാളെ അത് സംഭവിക്കും. ഹൃദയം കൊണ്ട് അപ്പം തന്നെ പോയി. ഒരു വാക്ക്, ഒരു ചെറിയ വാക്ക്. ഞാൻ പറയുന്നത് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ പരിശോധിച്ച് നോക്കണം. എൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ പൂർണ്ണ സ്നേഹം വന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തെ പകയ്ക്കുന്നു. സഹോദരനെ അവിടെ അമ്മായിയമ്മമാരുള്ളവർക്കായിട്ട് സ്തോത്രം. അമ്മായിയമ്മമാരെയൊക്കെ എങ്ങനെ വേണം? അമ്മമാരെ സ്നേഹിക്കുന്നില്ല, പിന്നെയാണ് അമ്മമാരോട് സ്നേഹമില്ല, പറയുന്ന ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ അമ്മായിയമ്മയുടെ കാര്യം പറയണോ? മരുമക്കളുടെ കാര്യം പറയണോ? അയ്യോ, അങ്ങനത്തെ ഒരു ലോകമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ പറയരുത്. എന്നിൽ കായ്ക്കുന്ന കൊമ്പായിട്ട് മാറണമെന്ന് ഇവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിച്ചത് നമ്മളിങ്ങനെ വായിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു, ഞാൻ പിതാവിനും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് 14 അധ്യായം. അതിൻ്റെ ഞാൻ പറഞ്ഞത് 7-ാം വാക്യം വായിക്കുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. വളരെ ഫലം കായ്ക്കണം. വല്ലപ്പോഴും 2 മാങ്ങ 2 തേങ്ങ
അങ്ങനല്ല. ഈ മുന്തിരിവള്ളിയുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നെങ്കിൽ വളരെ ഫലം കായ്ക്കണം. കാട്ടുമുന്തിരിങ്ങ കായ്ക്കുകയേ ചെയ്യരുത്, നല്ല ഫലം കായ്ക്കണം. ആർക്ക്? ആത്മാക്കളെ നേടണം കേട്ടോ, ആത്മാക്കളെ നേടണം. ആത്മാക്കളെ കുറിച്ച് ഭാരമുണ്ടാകണം, സുവിശേഷ വേല ചെയ്യണം. നിങ്ങൾ പോയി ഫലം കായ്ക്കണം. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ പോകണം. പോയി ഒരു ആത്മാവിനെ നേടണം, അതൊരു ഫലമാണ്. 2, ഫലം നിറഞ്ഞ അമ്മ എന്നെക്കുറിച്ച് കാണുമ്പോൾ കേൾക്കുമ്പോൾ അങ്ങ് സന്തോഷിക്കുക. എൻ്റെ മകൻ, എൻ്റെ മകളെന്ന് പറയുമ്പോൾ അങ്ങ് സന്തോഷം. പ്രിയപ്പെട്ടവരെ, ഇതില്ലെങ്കിൽ നമ്മൾ വളരെ ഫലം കായ്ക്കണം. അതായത് വല്ലപ്പോഴും ഒരു ചെന്ന് ചിരിച്ചു, ഒരു സന്തോഷമൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ ദിവസം ഇത്രയും മുഖവും ഇങ്ങനത്തെ വൈരാഗ്യവും ഇതല്ല. എപ്പോഴും എന്താണ്? എപ്പോഴും ദൈവത്തിൻ്റെ ഭയത്തോടുകൂടെ ജീവിക്കുന്ന ഒരനുഭവം നമ്മളിലുണ്ടാകണം. ആ വളരെ ഫലം കായ്ക്കുന്ന അനുഭവങ്ങൾ. അതിൻ്റെ 8-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ അടുത്ത വാക്യങ്ങളിൽ 9-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുകയും എൻ്റെ സ്നേഹത്തിൽ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ആ സന്തോഷം നമ്മളിൽ പൂർണ്ണമാകും. ദൈവിക സന്തോഷം. അത് ഹല്ലേലൂയ അത്തിവൃക്ഷം തളുത്തപ്പോഴുണ്ടാകുന്നതല്ല, അത് മുന്തിരിവള്ളിയിൽ ഫലമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതല്ല, വീടിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്നതല്ല, കാര്യമെല്ലാം നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല ഇത്. എൻ്റെ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകും. അതേ അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ വായിച്ചു, എൻ്റെ സമാധാനം. ഈ സന്തോഷം പൂർണ്ണമാക്കാൻ നമ്മുടെ ഭൂമിയിലുള്ള പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും, നമ്മുടെ ദുഃഖങ്ങളിൽ കർത്താവ് ഇടപെടും. നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്ന അവസ്ഥ കർത്താവ് തരും. അങ്ങനെ സന്തോഷിക്കണമെങ്കിൽ മുന്തിരിവള്ളിയോട് നമുക്ക് ചേർന്ന് വസിക്കാം. ഞാൻ പറഞ്ഞ ഒരു ചിന്ത ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു നിർത്തുക. സ്വയത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി. പാപം സ്വയമാണ്, പാപം ബുദ്ധിയാണ്. അതുകൊണ്ട് തത്വചിന്തകളാൽ നിങ്ങളെ ആരും തെറ്റിക്കരുത്. ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ വന്നിട്ട് ചീർത്തു പോകരുത്. നമ്മൾക്ക് വേണ്ടത് ശിശുവിനെ പോലെ ഈ പുസ്തകത്തെ, ഈ ബൈബിളിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിനോട് നമുക്ക് ചേർന്നിരുന്നാൽ ഒറ്റ തെളിവ്, ശുഭകരമായ ജീവിതം, ദൈവത്തിന് 1-ാം സ്ഥാനം. അതുപോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുന്നു. ഈ 2 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നിരപ്പ് വന്നാൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ കൊമ്പ് സാക്ഷാൽ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്നു. അതെങ്ങനെ? വല്ലപ്പോഴും അല്ല. നമ്മളെ വെറുക്കുമ്പോഴും, നമ്മളെ ചതിക്കുമ്പോഴും, നമ്മളെ നിന്ദിക്കുമ്പോഴും, നമ്മളെ വേദനിപ്പിക്കുമ്പോഴും ആ മുന്തിരിക്കൊമ്പുകൾ, ആ കൊമ്പുകൾ അതിൻ്റെ ഫലമേ കായ്ക്കുന്നു. അതിനകത്ത് കാട്ടു പുളിക്കുന്നൊന്നും വരുത്തില്ല. പക്ഷേ വേര് മണ്ണിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പുളിക്കും. സ്വയത്തിലാണെങ്കിൽ ഉടനെ ചോദിക്കും, പാസ്റ്റേ എന്നാലും നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമുക്ക് ജഡത്തിലല്ലേ? സത്യം, നമ്മുടെ സാധാരണ മനുഷ്യൻ, നേച്ചുറൽ മാൻ, പ്രാകൃത മനുഷ്യൻ, ജഡത്തിൽ നടക്കുന്നവർ ഒരു വളർച്ചയില്ല. ജഡത്തെ അനുസരിച്ച് നടക്കുന്നു. സത്യം, ജഡത്തിലല്ല, നീ ആത്മാവിലാണ്. നീ മുന്തിരിവള്ളിയോട് ചേർന്നാണ് നിൽക്കുന്നത്. വളരെ ഫലം കായ്പാൻ, ആ സന്തോഷത്താൽ നിറയപ്പെടുവാൻ നമുക്കിടയായത്. ഇത് ഞാൻ പറഞ്ഞതാണ്, ശിഷ്യനും യേശുവും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞത്. ശിഷ്യനും യേശുവും തമ്മിലുള്ള ബന്ധം. ഒരു ശിഷ്യന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. ഒരു ഫോഴ്സ് ഡിസൈപ്പിളിന് ഇത് പറ്റത്തില്ല. ഒരു എങ്ങനെ മോശമായ അല്ലെങ്കിൽ യഥാർത്ഥ ശിഷ്യൻ അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല. ഇവിടെ യഥാർത്ഥ ശിഷ്യന്മാരാണ് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? എന്ന് കരം ഉയർത്താമോ? യഥാർത്ഥ ശിഷ്യനാണ് ഞാൻ, ഇല്ലെങ്കിൽ ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് യഥാർത്ഥ ശിഷ്യനാകണം. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കണം. നമുക്ക്